ഇടുക്കിയിലെ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ മഴയിൽ വിവിധ പ്രദേശങ്ങളിൽ ഇടുക്കിയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. കല്ലാർ, പാംബ്ല, കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകളൊക്കെ തുറന്നു. നെടുങ്കണ്ടത്ത് പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇടുക്കിയിലുണ്ട്. അവിടെ നിന്ന് വിവരങ്ങളുമായി ജെയിൻ എസ് രാജു ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ പരക്കെ നാശനഷ്ടവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ആ സ്ഥിതി ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണോ? മഴ ശക്തമാണോ? മോത്തി, കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴ പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. മൂന്നാറിൽ മഴ പെയ്തിട്ട് ഏതാണ്ട് 2 മണിക്കൂർ കഴിയുന്നു. അതോടൊപ്പം തന്നെ തൊടുപുഴ ഉൾപ്പെടെയുള്ള മറ്റ് താലൂക്കുകളിലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. തൊടുപുഴയിൽ അല്പം തെളിഞ്ഞ കാലാവസ്ഥയാണ്, അല്ലെങ്കിൽ തെളിഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളിപ്പോൾ കാണുന്നത് മലങ്കര ഡാമാണ്. മലങ്കര ഡാം കഴിഞ്ഞ കുറേ നാളുകളായി ചെറിയ രീതിയിൽ വെള്ളം പുറത്തേക്ക്, ഷട്ടറുകൾ ഉയർത്തി വെച്ച് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. കാരണം ഇടുക്കി പദ്ധതിയിൽ വൈദ്യുതി ഉൽപ്പാദനം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം കൂടുതലായി വെള്ളം ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഭരണശേഷി ഏതാണ്ട് പരമാവധിയിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ രാത്രിയിലൊക്കെ കൂടുതൽ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി. ഈ 6 ഷട്ടറുകൾ ഏതാണ്ട് ചില ഷട്ടർ 100 സെന്റിമീറ്റർ വരെ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിയത്. പക്ഷേ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പൊന്നും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മാത്രമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നമ്മൾ വിളിച്ചന്വേഷിച്ചപ്പോൾ ലഭ്യമായത്. പ്രത്യേകിച്ച് ഈ തൊടുപുഴ നഗരത്തോട് ചേർന്നുള്ള ചില പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് നമ്മൾ ബന്ധപ്പെട്ടത്. ആ സമയത്താണ് കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കി എന്ന കാര്യം പറഞ്ഞത്. രാവിലെ എന്തായാലും വീണ്ടും ഷട്ടറുകൾ താത്തിയിട്ടുണ്ട്. 50 സെന്റിമീറ്റർ വരെയാണ് ഇപ്പോൾ ഉയർത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നു വിടുന്നത് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. മലങ്കര ഡാം തുറന്നു വിടുമ്പോൾ ആ ഭാഗത്തൊക്കെ വെള്ളം കയറുന്നതാണ്. രാത്രിയിലായതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ ഇത് അറിയാൻ ബുദ്ധിമുട്ടാണ്. മാധ്യമങ്ങളെ ഇത് സംബന്ധിച്ച് വിവരങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് മാട്ടുപ്പെട്ടി, മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്ക് പോകുന്ന പാതയിൽ അവിടെ മൂന്നാർ റോസ് ഗാർഡന് സമീപത്ത് മണ്ണിടിച്ചിലുണ്ടായി. ഇന്നലെ രാത്രി 10:30ഓടെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. പക്ഷേ ആ മണ്ണ് ഇതുവരെ നീക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാഞ്ഞിരവേലിയിൽ ഒരു വീട് തകർന്നിട്ടുണ്ട്. അവിടെ അനീഷ് എന്ന് പറയുന്ന ഒരാളുടെ വീടാണ് പൂർണ്ണമായും തകർന്നത്. ഈ വീട് താമസിക്കുന്ന ആളുകൾ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. രാവിലെ പക്ഷേ ആശ്വാസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മഴ കുറഞ്ഞു നിൽക്കുകയാണ്. ഒരു തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് എത്തുന്നു. ഇന്ന് മഞ്ഞ മുന്നറിയിപ്പാണ്. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ജാഗ്രത പാലിക്കുക. വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് മൂന്നാറിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി, പ്രത്യേകിച്ച് വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങുകയും പുഴയിൽ ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരെ എടുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നാണ് സ്വീകരിക്കേണ്ടത്. അത് സംബന്ധിച്ച നിർദ്ദേശം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നൽകിയിട്ടുണ്ട്. മോത്തി, ശരി ജയ്.